ഹലോ വെൽക്കം ബാക്ക് ടു വൈറ്റ് പെറ്റൽസ്. എല്ലാവർക്കും വൈറ്റ് പെറ്റൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിതാ ഒരു റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് എൻ്റെ ചെറിയ വർക്ക് ഏരിയയുടെ ചെറിയ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഇതിൽ നിന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ വർക്ക് ഏരിയ. എൻ്റെ എല്ലാ കാര്യങ്ങളും കുക്കിങ്, ക്ലീനിങ് കാര്യങ്ങൾ ഒരുപാട് സമയം ഞാൻ ചിലവഴിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വാചക റെസിപ്പീസും കാര്യങ്ങളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നത് ഈ ഒരു കൊച്ചു ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അതിനെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മോഡിഫൈഡ് ചെയ്തെടുക്കുക. അതും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എനിക്ക് കഴിയുന്ന രൂപത്തിൽ, അതായത് കുറേ എക്സ്പെൻസീവായിട്ടോ അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിലവഴിച്ചിട്ടോ അങ്ങനെയല്ല, എനിക്ക് കഴിയുന്ന രൂപത്തിൽ പെട്ടെന്ന് കുറഞ്ഞ രൂപത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ബ്ലാക്ക് കാണുന്ന ടൈലിട്ടിൻ്റെ ഈ ഭാഗത്ത് അടുപ്പാണ് ഉണ്ടായിരുന്നത്. നല്ല ആലുവ അടുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാറില്ല, കത്തിക്കാറില്ല. അപ്പോൾ ഞാനത് അതിൻ്റെ ലിഡ് തന്നെ തിരിച്ച് വെച്ചിട്ട് അതിൽ നിറയെ പേപ്പറൊക്കെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വാൾപേപ്പർ വെച്ചിട്ട് അന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തിട്ട് ഏകദേശം ഒരു 8-9 മാസത്തോളം ഒക്കെ ആയി. വാൾപേപ്പർ കേടുവരും, അവിടെ കീറിയൊക്കെ പോവും. അപ്പോൾ ഞാൻ അതിന് മുകളിൽ വേറെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത്രയും വരെ എത്തിയത്. ഇപ്പോൾ ഇത് നന്നായിട്ട് കീറിയിട്ടുണ്ട്, ഒരു ഭാഗം മുഴുവനായിട്ടും പോന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഭയങ്കര ഡിസ്റ്റർബൻസ് കണ്ടു. അപ്പോൾ ഞാൻ കരുതി അത് അവരുടെ ഭാഗത്തൊന്ന് മാറ്റി കൊടുക്കുക, ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തി കൊടുക്കാമെന്ന് കരുതി നമ്മളുടെ ഈ ഒരു ഭാഗത്തുള്ള കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ പാത്രങ്ങളും എല്ലാ വസ്തുക്കളും ആണൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കേടുവന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കീറിയതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും ഒന്നുമില്ല കേട്ടോ, ഒന്നും ചെയ്യണില്ല. ഇനി അതല്ല, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് വലിച്ചു കൊടുത്ത് പറിച്ചെടുത്താൽ നല്ല ഫിനിഷായിട്ട് പറഞ്ഞു കിട്ടും കേട്ടോ. പക്ഷേ അവിടെ ഒട്ടിക്കിടക്കേ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ കാണാൻ വൃത്തികേടാകുകയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളുടെ ടൈലാണ്, എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ അതവിടെ കിടക്കും. കീറിപ്പറഞ്ഞ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഉണങ്ങിയ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അവിടെയുള്ള ചളിയും പൊടിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോട്ടെ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തുടച്ചതിൻ്റെ ശേഷം മാത്രമാണ് ഞാനിവിടെ ബാക്കിയുള്ളത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോണത്. നല്ല റിസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നിയാലും നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. നന്നായിട്ട് അളവെടുത്ത് ഓരോ ഭാഗവും വെച്ച് കട്ട് ചെയ്തതിൻ്റെ ശേഷം എന്തെങ്കിലും ഒരു റാപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. കാണുന്നത് പോലെ തന്നെ അല്ല, നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് റിലാക്സായിട്ട് സാവധാനം ചെയ്തെടുക്കുക. എന്നാലും നല്ല റിസൾട്ട് കിട്ടും. പിന്നെ പെട്ടെന്ന് തന്നെ പോവുകയോ ഒന്നുമില്ല. നമ്മൾ നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഒരുപാട് റഫായിട്ട് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കറികളോ ഒക്കെ അതിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിട്ട് റഫായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരുപാട് നാൾ കേടുവരാതിരിക്കാനും ഇത് ഫലവത്താവും. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കൊണ്ടെടുക്കാനും ഇത് കൂടുതൽ കാലം ഈട് നിൽക്കാനും സഹായകമാവും കേട്ടോ. അതല്ലാതെ നമ്മളൊന്ന് റഫായിട്ട് അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് ശ്രദ്ധിക്കാതിരുന്നാൽ പെട്ടെന്ന് തന്നെ കേടുവരും. വോളിലോ ഡോറിലോ ഒക്കെയാണ് നമ്മൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം, സാധാ പച്ചവെള്ളം ഒന്ന് സ്പ്രേ ചെയ്യുക, അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്ക്രാപ്പറോ അല്ലെങ്കിൽ ATM കാർഡോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിസിറ്റിംഗ് കാർഡോ എന്തെങ്കിലും നല്ല കട്ടിയുള്ളൊരു കാർഡ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം എൻ്റെ നല്ല ഹാർഡ് വർക്ക് തന്നെ ഉണ്ട്. അതിന് ശേഷം ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആൻഡ് ഫിനിഷിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഒന്നിങ്ങനെ ഉയർന്ന് നിൽക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്, എന്നാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. വൈറ്റ് ബ്ലാക്ക് വന്നതിലേറെ നല്ല ഭംഗിയുണ്ട് വൈറ്റായിപ്പോൾ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. പക്ഷെ ചെറിയ 2-3 ഭാഗങ്ങൾ ഫിനിഷാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. വാൾപേപ്പർ അതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ ഒരു റോള് കൂടി ആവശ്യം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ മണി പ്ലാന്റും ഒരു പ്ലാന്റും വെച്ച് കൊടുത്തു.
അതേപോലെ മറ്റേ ഭാഗത്ത് നമ്മളുടെ സ്പാച്ചുലാസും അതൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അതാ മിക്സി ഒരു ട്രേയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രേയിൽ വെച്ചാണ്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചപ്പോൾ എനിക്ക് എന്തോ മാതിരി ഒന്ന് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ആ ട്രേ ഒന്ന് മാറ്റി വെച്ചു. ആ ട്രേ നമുക്ക് ഉള്ളി പൊളിക്കാൻ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ നന്നാക്കുമ്പോൾ എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ട്രേ ആണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അതിലിട്ട് വെച്ചാൽ നമുക്ക് പിന്നീട് അത് എപ്പോഴും പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അത് എപ്പോഴാണോ റെഡിയാകുന്നത് അപ്പോൾ കൊണ്ടുപോയിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ആ ഭാഗം അങ്ങനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി ഓരോ സംഭവങ്ങളും കൊണ്ടുവന്ന് വെച്ച് അവിടെ സെറ്റാക്കി വെക്കുകയാണ്. ഫ്ലാസ്ക് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എപ്പോഴും എനിക്കതിൽ ചുടുവെള്ളം ആവശ്യമുണ്ടാവും. എന്നും കണ്ടിരിക്കണ കിച്ചണ് ഒരു മാറ്റം വരുത്തണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മളെ കൊണ്ടും കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിനുള്ളൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബുമാണ് എന്നെ ഒന്ന് സ്റ്റക്കാവാതെ ഒന്ന് നേരെ പോവാൻ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു അടിപൊളി വീഡിയോൻ്റെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.